റേഡിയോ മലയാളം 98.6 ഖത്തർ മലയാളികളുടെ സ്വന്തം ചെങ്ങായി. നമ്മുടെ കൂടെ ഇന്നിപ്പോ ഒരു താരമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മലയാള സിനിമയ്ക്ക് അഭിമാനം, മലയാള സിനിമയുടെ തലയെടുപ്പ് എന്നൊക്കെ പറയുന്ന ഒരു ഒറ്റ പേരാണ് പൃഥ്വിരാജ് സുകുമാരൻ. നമസ്കാരം രാജുവേട്ടാ. നമസ്കാരം. താങ്ക് യു. ഐ നോബഡി എന്ന് പറയുന്ന ഒരു മൂവി വരാൻ പോകുന്നു. ഐ നോബഡി പേര് കേൾക്കുമ്പോൾ തന്നെ ഇതെന്താണ് സംഭവം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സിനിമയായിരുന്നു. പക്ഷെ അതിന്റെ ട്രെയിലർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ കൺഫ്യൂഷൻ കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്. അതായത് ഇതിൽ എന്തൊക്കെയോ, ഇതിൽ നായകനായിട്ടാണോ വില്ലനായിട്ടാണോ എന്തായിട്ടാണ് രാജുവേട്ടൻ വരുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഐ നോബഡിയെ പറ്റി പറയുകയാണെങ്കിൽ ആ സിനിമ ആക്ച്വലി അങ്ങനെ ഒരു പെർട്ടിക്കുലർ ജോണർ ആണ് എന്നൊന്നും പറയാൻ പറ്റാത്തൊരു സ്വഭാവമുണ്ട് ആ സിനിമയ്ക്ക്. ഞാൻ ഈ സിനിമയുടെ പണ്ടത്തെ ഒരു ലോഞ്ച് ഫംഗ്ഷൻ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് പരിചിതമായ ഒന്നിലധികം ജോണറുകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു കഥയാണ്. പക്ഷെ ആ കഥ പറയുന്ന രീതി അത്ര പരിചിതമല്ലാത്തൊരു രീതിയാണ്. എനിക്ക് അതിൽ കൂടുതലൊന്നും ഈ സിനിമയെ കുറിച്ച് പറയാൻ പറ്റില്ല. കാരണം ഈ സിനിമയ്ക്ക് അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ട്, അങ്ങനെ ഒരു പെർട്ടിക്കുലർ ജോണറിലേക്ക് പിടിച്ചു കെട്ടാൻ പറ്റുന്ന ഒരു സിനിമയല്ല ഇത്. പക്ഷെ ഹാവിങ് സെഡ് ദാറ്റ് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉള്ളൊരു സിനിമയാണ്. അത് നിർമ്മാതാവ് എന്ന നിലയിലേക്കാൾ എനിക്ക് ആസ് എൻ ആക്ടർ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉള്ള സിനിമയാണ്. കാരണം ഒരു ക്യാരക്ടർ ഡ്രിവൺ സിനിമയാണ്. അപ്പൊ അത് വളരെ കോംപ്ലക്സ് ആയിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. എന്നാൽ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സമീർ അബ്ദുൾ തിരക്കഥാകൃത്ത് ആ കഥാപാത്രത്തിന് ഒരു രൂപം കൊടുക്കുകയും അത് നിസാം ബഷീർ എന്ന സംവിധായകൻ അതിനെ റിയലി ഗുഡ് ഫിലിം മേക്കിംഗ് ക്രാഫ്റ്റ് ഉപയോഗിച്ച് അതിനൊരു വിഷൻ നൽകിയിട്ടുമുണ്ട്. അപ്പോ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് ആസ് എൻ ആക്ടർ. ഐ ഹോപ്പ് 9-ാം തീയതി സിനിമ ഇറങ്ങുമ്പോൾ എനിക്ക് ആ സിനിമയോട് തോന്നിയത് തന്നെ ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേക്ഷകർക്കും തോന്നട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ഈ ഒരു നിസാം ബഷീർ എന്ന് പറയുന്ന സംവിധായകൻ റോഷാക്ക് മൂവിയൊക്കെ ഏകദേശം ഇപ്പോൾ രാജുവേട്ടനൊക്കെ സിനിമയെ കാണുന്ന ഒരു വ്യത്യസ്തമായ ഒരു പെർസ്പെക്റ്റീവിലാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഏകദേശം അങ്ങനത്തെ ഒരു അപ്രോച്ച് നടത്തുന്ന ഒരാളാണ് നിസാം ബഷീർ എന്നുള്ളതും അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു കണക്ഷൻ എങ്ങനെയായിരുന്നു? നിസാമിന്റെ ആദ്യത്തെ സിനിമയായ കെട്ടിയോളാനന്ദ മാലാഖ എന്ന് പറയുന്ന സിനിമയിൽ തന്നെ എനിക്ക് ആക്ച്വലി നിസാമിന്റെ ക്രാഫ്റ്റ് ഭയങ്കരമായിട്ടുള്ള ഇംപ്രസ് ചെയ്താണ്. അതൊരു എടുക്കാൻ ഒട്ടും എളുപ്പമുള്ളൊരു വിഷയമോ ഒരു സിനിമയോ ആയിരുന്നില്ല കെട്ടിയോളാനന്ദ മാലാഖ. പക്ഷെ അത് വളരെ മെച്ചുവേർഡ് ആയിട്ട് ഉള്ളൊരു ക്രാഫ്റ്റ് ആയിരുന്നു ആ സിനിമയിലുള്ളത് എന്നെനിക്ക് ആ സിനിമ കണ്ടപ്പോൾ തന്നെ തോന്നിയിരുന്നു. ഇൻഫാക്ട് ആ സിനിമ ഇറങ്ങിയതിനു ശേഷം ആ സമയത്ത് തന്നെ നിസാം എന്നെ ഒന്ന് കണ്ടിരുന്നു. ഇൻസിഡന്റ്ലി അന്ന് നിസാം എന്നെ ഒന്ന് കണ്ടത് നിസാമിന്റെ ഒരു ഡെബ്യൂ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. നിസാമിന്റെ തന്നെ ഒരു സഹസംവിധായകൻ ഡയറക്ട് ചെയ്യാൻ പോകുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ അന്ന് ആ സിനിമയെ കുറിച്ച് സംസാരിച്ചപ്പോഴും സിനിമയെക്കുറിച്ചുള്ള നിസാമിന്റെ വിഷനും നിസാമിന്റെ ആഗ്രഹങ്ങളും ആംബിഷൻസും എല്ലാം സംതിങ് ദാറ്റ് നീഡ്സ് ടു ബി അപ്രീഷിയേറ്റഡ് എന്ന് എനിക്ക് തോന്നി. പിന്നീടാണ് നിസാം ഈ നോബഡി എന്ന് പറയുന്ന സിനിമയുടെ വിഷയമായി നിസാമും സമീറും കൂടി എന്നാണ് കാണുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇത് മലയാളത്തിൽ ഇന്ന് ഉള്ള യങ് റൈറ്റേഴ്സിലെ ഏറ്റവും ഒറിജിനൽ റൈറ്റേഴ്സിൽ ഒരാളാണ് സമീർ എന്നാണ് ഞാൻ കരുതുന്നത്. സമീറിന്റെ വളരെ ഒറിജിനൽ, വളരെ ഡിഫറന്റ് ആയിട്ടൊരു സ്ക്രീൻ പ്ലേയും അതിൽ നിസാമിന് കൃത്യമായ നിസാമിന്റേതായ ക്രാഫ്റ്റിൽ ഉണ്ടായ ഒരു വിഷനും ഉണ്ടായിരുന്നു. അത് ആ ഫസ്റ്റ് നരേഷനിൽ തന്നെ അവർക്കത് എന്നോട് കൺവേ ചെയ്യാനും സാധിച്ചു. അപ്പൊ അങ്ങനെയാണ് ഞാൻ വളരെ ഉത്സാഹത്തോടുകൂടി ഈ സിനിമ ചെയ്യാൻ സമ്മതിക്കുന്നതും. പിന്നെ ത്രൂ ദ ഫിലിമിംഗ് ഓഫ് ഫിലിം നോബലിയുടെ ഷൂട്ടിംഗ് സമയത്തൊക്കെ പല ദിവസങ്ങളിലും പല ഘട്ടങ്ങളിലും നിസാമിനെ ഒരുപാട് ഇംപ്രസ് ചെയ്തിട്ടുണ്ട്. ഐ ട്രൂലി തിങ്ക് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് പ്രോമിസിംഗ് ഫിലിം മേക്കേഴ്സ് വി ഹാവ് ഇൻ മലയാളം ഫിലിം. ആൻഡ് ഇനി ഒരുപാട് സിനിമകൾ നിസാമിന്റെയും സമീറിന്റെയും ഒപ്പം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇതില് ഈ ടൈറ്റില് നോബഡി എന്ന് പറഞ്ഞ ടൈറ്റിലിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് ട്രെയിലറിൽ കാണുമ്പോൾ എല്ലാം നോബഡിയാണ്. അതായത് മ്യൂസിക് ബൈ നോബഡി, പിന്നെ പ്രൊഡ്യൂസ് ബൈ നോബഡി, അങ്ങനെ. അപ്പൊ എത്രത്തോളാണ് ആ ടൈറ്റിലിന്റെ ഒരു പ്രാധാന്യം സിനിമയ്ക്ക്? അത് ഈ സിനിമ ഈ കഥാപാത്രത്തിലൂടെ സംസാരിക്കുന്നത് തന്നെ ആരുമല്ലാതിരിക്കുന്നതിന്റെ ഒരു നോബഡിയായി എക്സിസ്റ്റ് ചെയ്യേണ്ടി വരുന്നതിന്റെ ഹെൽപ്ലെസ്നെസിനെ കുറിച്ചും, എന്നാൽ ഒരു നോബഡിക്ക് ഈ സിസ്റ്റത്തിനുള്ളിൽ, ഈ സമൂഹത്തിനുള്ളിൽ വരുത്താൻ സാധിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചും ദ പവർ ഓഫ് എ സിംഗുലർ നോബഡി എന്ന് പറയുന്നതിനെ കുറിച്ചുമൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ കഥ അറിയുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇതിനേക്കാൾ ഒരു ആപ്റ്റ് ടൈറ്റിൽ ഇതിനില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്യാരക്ടർ ഡ്രിവൺ ഫിലിമാണ്. ആ കഥാപാത്രത്തിന്റെ പേര് രാജീവൻ എന്നാണ്. ആൻഡ് രാജീവൻ ഇൻ എ ലോട്ട് ഓഫ് വേസ് ഇസ് എ നോബഡി. ഈ സമൂഹത്തിലോ ഇന്ന് നാളെ മുതൽ രാജീവൻ ഈ സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്തില്ലെങ്കിൽ രാജീവന്റെ കുടുംബം അല്ലെങ്കിൽ രാജീവിന് ചുറ്റിനുമുള്ള അയാളൊരു ചെറിയ സർക്കിളിലുള്ള കുറച്ച് ആൾക്കാർക്കപ്പുറം ഒരു മാറ്റവും ആർക്കും സംഭവിക്കാത്ത നമ്മുടെ ഇടയിലുള്ള അനേകം ആൾക്കാരെ പോലെ മറ്റൊരാൾ മാത്രമാണ്. അപ്പൊ അത് ഈ മാത്തമാറ്റിക്കലി സ്പീക്കിംഗ് ഒരു സോ കോൾഡ് ഒരു നോബഡി ആണ്.
അപ്പൊ ആ കഥയും ആ കഥാപാത്രവും അതായതുകൊണ്ടും അതിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫിലോസഫിയിലായതുകൊണ്ടുമാണ് ട്രെയിലറിലും നമ്മൾ ഇതെല്ലാവരും ഞങ്ങൾ എല്ലാവരും ആക്ച്വലി നോബഡീസ് ആണ് ക്ലെയിം ചെയ്തത്. ബേസിക്കലി വാട്ട് യു ആർ മീനിങ് ടു സേ ഇസ് ദാറ്റ് എനിബഡി കുഡ് ബി എ നോബഡി and nobody can be somebody എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. ആൻഡ് ഇപ്പോൾ ഈ ഒരു സിനിമ, ഓരോ സിനിമകൾക്ക് ഓരോ പ്രിപ്പറേഷൻ ആണല്ലോ. ചില സിനിമകൾ വലിയ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ചെയ്യേണ്ടതുണ്ടാവും. ഈ ഒരു സിനിമയെ സമയത്തോളം അങ്ങനെ ഒരു കഥാപാത്രം ഭയങ്കര വെല്ലുവിളി നിറഞ്ഞ കഥാപാത്രം എന്നൊക്കെ പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ ഭയങ്കര ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്ത കഥാപാത്രം എന്നൊക്കെ പറയാൻ പറ്റുമോ? എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ കഥാപാത്രങ്ങളും ഒരുപോലെ കഷ്ടപ്പെടേണ്ട കഥാപാത്രങ്ങൾ തന്നെയാണ്. അതിന്റെ പ്രോസസ്സുകൾ വ്യത്യസ്തമായിരിക്കും. ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ അനുസരിച്ചും ഓരോ സംവിധായകരും തിരക്കഥാകൃത്തുകളും നമ്മളോട് ആവശ്യപ്പെടുന്നതനുസരിച്ചും അതിന്റെ പ്രോസസ്സുകൾ വ്യത്യസ്തമായിരിക്കും. എപ്പോഴും പക്ഷെ ആസ് എൻ ആക്ടർ നമ്മൾ ആഗ്രഹിക്കുന്നത് വളരെ ക്ലിയർ ആയിട്ടുള്ള, ക്ലാരിറ്റി ഉള്ള, നല്ല ഡെപ്ത് ഉള്ള, നമുക്ക് വർക്ക് ചെയ്യാൻ നിറയെ മെറ്റീരിയൽ ഉള്ള ഒരു തിരക്കഥയും കഥാപാത്രവും എഴുതപ്പെടണമെന്നും അതിന് വിഷൻ കൊടുക്കാൻ സാധിക്കുന്ന, അതിന് രൂപം കൊടുക്കാൻ സാധിക്കുന്ന, അതുപോലെ തന്നെ ക്ലാരിറ്റിയുള്ള, കൃത്യമായിട്ട് ആ കഥാപാത്രത്തിൽ എന്താണ് വേണ്ടതെന്നും വേണ്ടാത്തതെന്നും ഉള്ളതിനെ കുറിച്ച് ഒരു ക്ലിയർ വിഷൻ ഒരു സംവിധായകനുമാണ് ഏതൊരു നടനും അല്ലെങ്കിൽ നടിയും ആഗ്രഹിക്കുന്നത്. നോബഡി എന്ന സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും എനിക്ക് ലഭിച്ചു എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. എനിക്ക് ഒരുപാട് വർക്ക് ചെയ്യാൻ ഒരുപാട് മെറ്റീരിയൽ ഉള്ള ഒരു കഥാപാത്രമാണ് രാജീവൻ. ഒരുപാട് വർക്ക് ചെയ്യാൻ മെറ്റീരിയൽ ഉള്ള ഒരു തിരക്കഥയാണ് നോബഡി എന്ന സിനിമയിലേക്ക്. അത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ മാത്രം ക്രാഫ്റ്റ് ഉള്ള തന്റെ കഥാപാത്രങ്ങൾ, തന്റെ നടീനടന്മാർ എങ്ങനെയാകണം, എന്ത് വേണം, എന്ത് വേണ്ട എന്ന് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധായകനും ഉണ്ട്, നിസാം ബഷീർ എന്ന ഡയറക്ടറും. അപ്പൊ അത് രണ്ടും കൂടി ഉള്ളപ്പോ ഒരു ആസ് എൻ ആക്ടർ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ആൻഡ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര ഒരു ബ്ലെസ്ഡ് ഇതാണ് ഇങ്ങനൊരു തിരക്കഥയിൽ ഇത്തരം ഒരു സംവിധായകന്റെ ഡയറക്ഷനിൽ വർക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത്. ഐ ട്രൂലി എൻജോയ്ഡ് ഇറ്റ്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത സിനിമയാണ്. ഭയങ്കര രസമായിട്ടൊരു കഥാപാത്രത്തിനെ കൺസ്ട്രക്ട് ചെയ്യാൻ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയൊരു സിനിമയാണ്. ആൻഡ് ഐ ഹോപ്പ് പീപ്പിൾ ലൈക്ക് ഇറ്റ്. ആൾക്കാർ കണ്ടിട്ട് നന്നായിരുന്നു, രാജീവൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ എന്റെ ഇന്റർപ്രിറ്റേഷൻ നന്നായിരുന്നു എന്ന് അവർ പറയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും. എന്റെ ഇപ്പോ രാജുവിന്റെ ഇപ്പൊ പറഞ്ഞു വന്നിരുന്നത് തന്നെ ഒരു സംവിധായകൻ കൃത്യമായിട്ടുള്ള അത് ഉൾക്കൊള്ളുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ രാജുവിന്റെ സമയത്തോളം ഓൾറെഡി സംവിധായകൻ എന്ന രീതിയിൽ ഒറ്റ സിനിമ കൊണ്ട് തന്നെ ഏറ്റവും വലിയ രീതിയിൽ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുകയും അത് ആളുകൾക്ക് പ്രൂവ് ചെയ്ത് കൊടുക്കാനും പറ്റിയ ഒരു സംവിധായകനാണ്. അപ്പൊ ഈ രാജുവേട്ടനെ അപ്രോച്ച് ചെയ്യുന്ന സംവിധായകർക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ രാജുവേട്ടനോടാണ് പറയുന്നത്, ഇപ്പൊ ചില കാര്യങ്ങൾ തിരുത്തലുകൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ രാജുവേട്ടനെ തിരിച്ച് അങ്ങോട്ടേക്ക് ഇത് ഇങ്ങനെയല്ല എന്ന് അതിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴെങ്കിലും ഈ ഒരു വ്യത്യാസം ഫീൽ ചെയ്തിട്ടുണ്ടോ? മീൻസ് രാജുവേട്ടൻ ഓൾറെഡി ഇത്ര എസ്റ്റാബ്ലിഷ് ചെയ്തൊരു സംവിധായകനായതുകൊണ്ട് അതിനുശേഷം ചെയ്ത സിനിമകളിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഫീൽ ചെയ്തിട്ടുണ്ടോ? ഈ നമ്മൾ വർക്ക് ചെയ്യുന്ന സംവിധായകനുമായിട്ട് നടീനടന്മാർ, പ്രത്യേകിച്ച് ആ സിനിമയുടെ പ്രധാന നടീനടന്മാർ ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ടാവുകയും ഒരു കഥാപാത്രത്തിൽ എനിക്ക് ഇങ്ങനല്ല ഇതുപോലെ ചെയ്യണമെന്നാണ് തോന്നുന്നത് എന്ന് പറയുകയും പലപ്പോഴും നമ്മുടെ അല്ലാത്ത സീനുകളിൽ പോലും നമുക്കത് ആ സീൻ ആക്ച്വലി ഇങ്ങനെയല്ലേ വേണ്ടത് എന്ന് ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഞാനൊരു സംവിധായകനാകുന്നതിനൊക്കെ വളരെ മുമ്പ് തന്നെ നടന്നുകൊണ്ടിരുന്ന പ്രോസസ്സാണ്. ഞാൻ സംവിധാനം ചെയ്യുമ്പോൾ എന്റെ നടീനടന്മാർ എന്നോടും ആ പ്രോസസ്സിൽ ഉൾപ്പെടാറുണ്ട്. അതുകൊണ്ട് ഞാനൊരു സംവിധായകനായതുകൊണ്ട് ഒരു എക്സ്ട്രാ പ്രോസസ് എങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഞാനൊരു സംവിധായകനാണ് എന്നുള്ളത് എന്നെ സംവിധാനം ചെയ്യുന്ന ഡയറക്ടേഴ്സ് ഒട്ടും അവെയർ ആകരുത് എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പലപ്പോഴും പരിശ്രമിക്കാറുള്ളത്. ഇൻഫാക്ട് ഞാൻ ഐ ട്രൈ ആൻഡ് മേക്ക് എ കോൺഷ്യസ് ഡിസിഷൻ. ഡയറക്ടർ ഓക്കെ എന്ന് പറഞ്ഞാൽ മാത്രമാണ് ഞാൻ പലപ്പോഴും ഒരു ഷോട്ട് കാണുന്നത് തന്നെ. ഒരു സെക്കൻഡ് ടേക്കോ തേർഡ് ടേക്കോ ഒക്കെ ആണെങ്കിൽ എനിക്ക് ആ ഷോട്ട് കാണണ്ടാന്ന് ഞാൻ പറയാം. കാരണം ഞാനൊരു ഷോട്ട് കഴിഞ്ഞിട്ട് ഓക്കെ നിസാം നല്ല ആരാണെങ്കിലും ഇപ്പൊ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വൈശാഖിലാണ്. വൈശാഖിന്റെ ഷോട്ട് ഓക്കെയാണ്, അടുത്ത ഷോട്ടിലേക്കല്ലേ നമ്മൾ പോകുന്നത്. അതെ, അപ്പോഴാണ് ഞാൻ പലപ്പോഴും ഒരു ഷോട്ട് കാണുന്നത് തന്നെ. ബിക്കോസ് ഐ ഓൺലി വാണ്ട് ടു സീ ഓൾ ദ ഡയറക്ടേഴ്സ് ഓക്കെ. അവിടെ ഞാൻ എന്നിലെ സംവിധായകനെ സ്വിച്ച് ഓഫ് ചെയ്യാൻ ശ്രമിക്കുകയാണ് പതിവ്.